പ്രഭാത വാർത്തയിലേക്ക് വിശദമായി. തിരുവനന്തപുരം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം. പ്ലാസ്റ്റിക് യൂണിറ്റിലാണ് തീപിടിച്ചത്. 12 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തത്സമയം വിവരങ്ങളുമായി. ഷഫീദ്, എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നുണ്ടോ? ഗൂഗിള് നിലവിൽ ഇതുവരെയും പൂർണ്ണമായും ഇത് നിയന്ത്രണ വിധേയമായി നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പവർ പാക്ക് പോളിമേഴ്സ് എന്ന് പറയപ്പെടുന്ന പ്ലാസ്റ്റിക് കംപ്രഷൻ യൂണിറ്റ്, അതായത് ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അവിടെയാണ് കാര്യമായിട്ടുള്ള തീപിടുത്തം ഇന്ന് രാവിലെ 3:50 ഉണ്ടായത്. ഇതിനോടകം തന്നെ ഏതാണ്ട് 15-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, തൊട്ടപ്പുറത്ത് ഈ CNG പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, അതായത് ചെറിയ രീതിയിൽ ചിലയിടങ്ങളിൽ നിന്ന് തീ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് ഇതുവരെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. ഈ 3:50 തീപിടുത്തം ഉണ്ടായ സമയത്ത് ഏതാണ്ട് 1.5 മണിക്കൂറോളം കാര്യമായി തീ ആളിപ്പടരുന്ന സാഹചര്യത്തിലായിരുന്നു. അതടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് വീണ്ടും വീണ്ടും ഈ തീ ഉയരുകയാണ്. പ്ലാസ്റ്റിക് ആണ് ഈ വസ്തു എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതൽ തടസ്സമാകുന്നത്. കാരണം ഈ പ്ലാസ്റ്റിക് നിന്ന് കത്തുന്നു. ഈ സമീപ പ്രദേശത്തെ മഴയുള്ളത് വലിയ ആശ്വാസകരമാണെങ്കിൽ കൂടി ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഉയരുകയാണ്. ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്ലാസ്റ്റിക് നിന്ന് കത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഫാക്ടറിയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. ഇവർ ഈ വശങ്ങളിലൂടെ പോയി തീ അണയ്ക്കാനുള്ള ചില ശ്രമങ്ങളാണ് ഇതിനോടകം നടത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഹൈറ്റിൽ, അതായത് ഈ ഉയരത്തിൽ കാര്യമായ പ്ലാസ്റ്റിക് ശേഖരം അത് സൂക്ഷിച്ചു വെച്ച് അത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത ഫാക്ടറി ആയിരുന്നു ഇത്. അവിടെയാണ് ഈ കാര്യമായിട്ടുള്ള തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വശങ്ങളിലൂടെ ചെന്ന ഈ ഫാക്ടറിക്കകത്തുള്ള ഈ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് നടത്തുന്നത്. ഏതാണ്ട് 15-ലധികം യൂണിറ്റുകൾ ചാക്കയിൽ നിന്ന്, അതേപോലെ തന്നെ ഹൗസിംഗ് ബോർഡിൽ നിന്ന് അടക്കം, വിഴിഞ്ഞത്ത് നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. നമുക്ക് ഈ വലത്തേക്ക് ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ വശങ്ങളിലൂടെ പോയി ആളുകൾ ഈ തീ അണയ്ക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കാര്യമായ പുകയുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കൂടി ആയതിനാൽ സ്വാഭാവികമായും പരിസര പ്രദേശത്തേക്ക് തീ പടരുമോ എന്നുള്ള ആശങ്കയായിരുന്നു. പക്ഷേ ഈ കോമ്പൗണ്ടിനകത്ത്, ഈ ഒറ്റ കോമ്പൗണ്ടിനകത്തേക്ക് തീ നിന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഏതായാലും വലിയ തരത്തിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ രീതിയിലായിരുന്നില്ല ഇത് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമുക്ക് ഈ പ്രതികരണങ്ങളിലേക്ക് കൂടി ഇത് കടക്കാം. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയതുകൊണ്ട് കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ കാര്യമായിട്ടുള്ള ഒരു മുൻകരുതൽ അടക്കമുള്ള കാര്യം എടുക്കേണ്ടതുണ്ട്. സാർ, ഇത് ഇപ്പൊ എത്ര യൂണിറ്റ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സാറേ? ഇത് ഏകദേശം ഒരു 20ഓളം യൂണിറ്റുകൾ ഭഗീരഥ പ്രയത്നം നടത്തിയാണ് നമ്മളിപ്പം കൺട്രോൾ ചെയ്തത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, ചാക്ക, ആറ്റിങ്ങൽ, കഴക്കൂട്ടം, വിഴിഞ്ഞം തുടങ്ങിയ സ്റ്റേഷനുകളിലുള്ള ഫയർ ടെൻഡേഴ്സാണ് യൂസ് ചെയ്തത്. അത് വെള്ളം തീരുന്നവർക്ക് റീപ്ലനിഷ് ചെയ്തുകൊണ്ടിരുന്ന അടുത്തുള്ള CNG സ്റ്റേഷനിൽ നിന്നാണ് വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊരു അപകടാവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് അകത്ത് കയറി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്ലാസ്റ്റിക് കൂടി അത് ഉരുകി കഴിയുമ്പോൾ ഉള്ള ഒരു മെൽറ്റഡ് ഒരു ഫോമാണ്. അത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ബലക്ഷയമുണ്ട് ബിൽഡിങ്ങിന്. ലാസ്റ്റിൽ ഞങ്ങൾ ഇതേപോലെ ഒരു വർക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങളൊരു ഫയർമാന് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. അപ്പോൾ അതിന്റെ ഒരു മുൻകരുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഇതിനകത്ത് തന്നെ ഒതുങ്ങിയിരുന്നു, പുറത്തേക്ക് സ്പ്രെഡ് ആയിട്ടില്ലായിരുന്നു. അപ്പം വേറുള്ള മേഖലയിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. പ്ലാസ്റ്റിക് റീസൈക്കിൾ യൂണിറ്റ് ആണ്. അപ്പോൾ ഈ പാലിക്കേണ്ട പ്രോട്ടോകോളൊക്കെ പാലിച്ചിട്ടുണ്ട്? കാരണം ഈ ഒറ്റ തോട്ടത്തിൽ അങ്ങനെ തോന്നുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഇനി നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പ്രാഥമിക അഗ്നിശമന സംവിധാനങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഡംപിങ് രീതിയും ഒക്കെ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ പ്ലാസ്റ്റിക് മെൽറ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വെള്ളം കൊണ്ട് അടിക്കുമ്പോൾ കുറച്ച് അതിന്റെ ഫോമും കൂടെ യൂസ് ചെയ്താണ് നമ്മൾ തീ കൺട്രോൾ ചെയ്യാൻ സാധിച്ചത്. ഏതാണ്ട് പൂർണ്ണമായി നമ്മൾ കൺട്രോൾ ചെയ്തു. തീർച്ചയായിട്ടും ഇനി ഒരു അപകടാവസ്ഥയൊന്നുമില്ല, പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തിട്ടുണ്ട്. വളരെ ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് സംസാരിച്ചത്. ഇപ്പോൾ നാട്ടുകാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എത്ര മണിക്കാണ് ഈ തീ ശ്രദ്ധയിൽപ്പെട്ടത്? 3 മണിക്കാണ് ഉണ്ടായത്. 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ നിന്നാണ് അത് ആദ്യം മനസ്സിലാക്കിയത്. ഉറങ്ങുന്ന തെറിച്ചായിരുന്നു. ഈ ഇവിടുത്തെ ഗ്ലാസ് പൊട്ടി അപ്പുറത്തെ കോമ്പൗണ്ട് വീണു. അങ്ങനെ അത് സൗണ്ട് കേട്ടിട്ട് എന്താണ് നോക്കാൻ വേണ്ടി അവർ എണീറ്റപ്പോഴാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഫയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫയർ ആയിരുന്നു തുടങ്ങുന്ന സമയത്തല്ലേ? നല്ല ഫയർ ആയിരുന്നു. ഈ പേപ്പർ, ഇത് പ്ലാസ്റ്റിക് അല്ലേ, ഈ പ്ലാസ്റ്റിക് ആയത് കാരണം പിന്നെ പറഞ്ഞു ഇതിന്റെ വീണ്ടും കത്തുമല്ലേ. ഏകദേശം ഒരു 50 യൂണിറ്റ് ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണ്. ടോട്ടലായിട്ട് 10 വണ്ടികളുണ്ട്. ഇത് തന്നെ പോയി വന്ന് നിൽക്കുകയാണ്. അപ്പം ഇത് പ്ലാസ്റ്റിക് ഇതപ്പോൾ അണച്ചിട്ട് പോയി 3.5 മണി വരെ അണക്കുകയാണ്. അത് വീണ്ടും ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തീരുന്ന സാധനമല്ലല്ലോ, ഇത് വീണ്ടും കത്തിക്കൊണ്ടേയിരിക്കും. പ്ലാസ്റ്റിക് കൂടെ കിടക്കുവാണോ?
സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്, തൊട്ടപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ്, ഒരു പമ്പുണ്ട്, CNG പമ്പുണ്ട്. ഉണ്ട്, പേപ്പർ കമ്പനിയുണ്ട്, ഇതിന്റെ അടുത്ത ഒരു പേപ്പർ കമ്പനിയാണ്. ഒരു സ്പാർക്കാൽ വീണാൽ മതിയല്ലോ. ഓട്ടോമാറ്റിക് ഫയർ ഫൈറ്റിംഗ് സംവിധാനം ഇവിടെ ഇല്ല. വല്ല സാധാരണ ഇങ്ങനെയുള്ളവർക്ക് ഫയർ ഉണ്ടാകുമ്പോൾ ടെമ്പറേച്ചർ കൊണ്ട് തന്നെ സ്പാർക്ക് ഉണ്ടായി തീ അണയേണ്ട സംവിധാനം. ഓട്ടോമാറ്റിക് ഒരു ഫയർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും രൂക്ഷമാകുമില്ലായിരുന്നു. ഏതായാലും ഇതാണ് നാട്ടുകാരുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. ഈ ആശ്വാസകരമായ ഒരു കാര്യം, രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ പ്രദേശത്ത് മഴയുണ്ട് എന്നുള്ളത്, മഴയുണ്ടായിരുന്നു എന്നുള്ളത്, അത് ഈ തീപിടുത്തത്തിന്റെ ആക്കം, അതല്ലെങ്കിൽ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ആ ഒരു ആക്കം കുറഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യമാകട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തി വശങ്ങളിലൂടെയുള്ള തീ അണയ്ക്കാനായിരുന്നു ശ്രമിച്ചത്. അതും വിജയം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇപ്പോൾ ഏതാണ്ട് 95% തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ആണ്, കാര്യമായിട്ടുള്ള പുക ഉയരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് തീ വീണ്ടും വരുന്നുണ്ട്. അത് ഒരു പക്ഷേ ഒരു ചെറിയ ആശങ്കയെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ഫാക്ടറി പൂർണ്ണമായിട്ടും, ആ കെട്ടിടം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം. അതിന്റെ ടോപ്പ് അടക്കം, റൂഫ് ടോപ്പ് അടക്കം, അതേപോലെ തന്നെ കെട്ടിടത്തിന്റെ മറ്റു വശങ്ങളടക്കം കത്തി നശിച്ചു. കാരണം പ്ലാസ്റ്റിക് ആയിരുന്നു. പ്ലാസ്റ്റിക് ഇങ്ങനെ കത്തുമ്പോൾ അത് ഈ വശങ്ങളിലേക്ക് കൂടി പടരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോയിട്ടില്ല. തൊട്ടപ്പുറത്തൊരു പേപ്പർ മില്ല്, ഏതാണ്ട് മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് CNG ഗ്യാസ് സ്റ്റേഷൻ, അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കടുത്ത പുക ഉയരുന്നുണ്ടല്ലോ, ആ പ്രദേശവാസികൾക്ക്, ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്ക് അത് മാറുന്നുണ്ടോ? ഗൂഗിൾ സ്വാഭാവികമായും, കാരണം ഇതൊരു ആശങ്കയെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പ്രദേശവാസി പറഞ്ഞതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് ഈ ഫയർ ഡിസ്റ്റിങ്ഷൻ സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതൊരു പക്ഷേ വരും മണിക്കൂറുകളിൽ വലിയ തരത്തിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്, കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്. ഒരുപാട് കമ്പനികൾ, നിരവധി കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇത്തരം മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഒരു പ്ലാസ്റ്റിക് യൂണിറ്റ്, ഒരു പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റ് അത് ഒരു മാനദണ്ഡവും പാലിക്കാതെ പ്രവർത്തിച്ചു പോന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം. മാത്രമല്ല അത് സത്യം പറഞ്ഞാൽ വലിയൊരു തരത്തിലുള്ള അത്ഭുതം ഉളവാക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ, എങ്ങനെ ഇതിങ്ങനെ പ്രവർത്തിക്കാൻ ലൈസൻസ് കൊടുത്തു, അതെങ്ങനെ പ്രവർത്തിച്ചു അധികാരികളുടെ കണ്ണിൽപ്പെടാതെ എന്നുള്ളതാണ് ഈ ഒരു തീപിടുത്തം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ഏതായാലും കൂടുതൽ ഫയർഫോഴ്സ്, നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഈ തീപിടുത്തത്തിന്റെ എത്രത്തോളം വ്യാപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഏതാണ്ട് 20ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇതിനോടകം തന്നെ, അതായത് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന്, ചാക്കയിൽ നിന്ന്, ഹൗസിംഗ് ബോർഡിൽ നിന്നടക്കം 20ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തി ഒരുമിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. അർദ്ധരാത്രിയും മഴയും ആയതിനാൽ സ്വാഭാവികമായും ക്രൗഡ് കൺട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നു. വീണ്ടും ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുകയാണ്. കാരണം തൊട്ടപ്പുറത്തൊരു പേപ്പർ മില്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ മില്ലിലേക്ക് ഇത് പടർന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാകുമോ എന്നുള്ളതായിരുന്നു ആശങ്ക. പരിസരവാസികൾ തന്നെ പറയുന്നു, ഒരു ചില്ല് അത് തകർന്ന് തൊട്ടപ്പുറത്തെ കോമ്പൗണ്ടിലേക്ക് വീണപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ. അതിനുശേഷമാണ് അവർ തന്നെ ഇക്കാര്യത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരമറിയിക്കുകയും മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഗൂഗിൾ നമുക്ക് വീണ്ടും ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് വശങ്ങളിൽ സ്വാഭാവികമായും പുക ഉയരുന്നു എന്നുള്ളത് അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഈ കോമ്പൗണ്ടിന്റെ ഈ നിലവിൽ കത്തി നശിച്ച ഫാക്ടറിയുടെ 2 കോമ്പൗണ്ടുകളിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ വെള്ളമൊഴിച്ച് ഇത് കെടുത്താനുള്ള, ഈ ഫോം ഉപയോഗിച്ച് ഇത് കെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ആ കമ്പനി അപ്പാടെ കത്തി നശിച്ചു. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പൂർണ്ണമായും ഈ കമ്പനി കത്തി നശിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതായത് ഫയർഫോഴ്സിന്റെ അതേപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പാലിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു ഓട്ടോമാറ്റഡ് ഈ ഫയർ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല മറ്റ് സുരക്ഷാ പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ഈ ഫാക്ടറിക്കുള്ളിലേക്ക് വരുന്ന ഒറ്റ വഴിയായിരുന്നു. ആ വഴിയിൽ 2 ഭാഗത്തും വലിയ തരത്തിൽ, വലിയ ഹൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കാഴ്ചകൾ അതടക്കം പ്രോട്ടോകോളിന് വിരുദ്ധമാണ്. അതല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഏതാണ്ട് 20ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ, ഫയർഫോഴ്സിന്റെ വലിയൊരു പ്രവർത്തനം അതടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ 3 മണിക്കൂറിലധികം സമയമെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റിലായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് 95% തീ നിയന്ത്രണ വിധേയമായി. പക്ഷേ അപ്പോഴും ഈ പ്ലാസ്റ്റിക് ആണ് എന്നുള്ളതാണ്, ഈ പ്ലാസ്റ്റിക് കെട്ടിടത്തിന് ചുറ്റും നമ്മൾ ഒരു കുന്നോളം എന്ന് പറഞ്ഞാൽ അതിശയോക്തി ആവില്ല. അത്രയ്ക്ക് പ്ലാസ്റ്റിക് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ പുറത്ത്. ഗൂഗിൾ അത് തന്നെയാണ് അതിന്റെ അപകടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ, അതായത് ഈ കമ്പനിയുടെ തൊട്ടപ്പുറത്തെ കോമ്പൗണ്ടിലേക്കാണ്. ഇവിടേക്കാണ് ഈ ഗ്ലാസ് ചില്ലകൾ, പേപ്പർ കമ്പനിയുടെ ഈ കോമ്പൗണ്ടിലേക്കാണ് ഗ്ലാസ് ചില്ലകൾ ഇത് വന്നത്. ഇതിന് തൊട്ടപ്പുറത്തേക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. അതായത്
അഭിലാഷ് അതൊന്ന് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാൻ കഴിയും. അതായത് ഈ ഫാക്ടറിയുടെ തൊട്ടിപ്പുറത്ത് നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ രീതിയിൽ, അത് വലിയ ഹൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്ലാസ്റ്റിക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഒരുപക്ഷെ ഇതൊക്കെ ഈ മഴ കൂടിയല്ലായിരുന്നുവെങ്കിൽ അത് ഏത് രീതിയിലേക്ക് ഈ അപകടം പോകും, ഈ അപകടം വ്യാപിച്ചേനെ എന്നുള്ള കാര്യം വലിയ ആശങ്കയാണ്. കാരണം ഗൂഗിൾ നോക്കുക, ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് അവരുടെ ആ കമ്പനിയുടെ കോമ്പൗണ്ടും കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കോമ്പൗണ്ടിലേക്ക് തന്നെ തള്ളി നിൽക്കുന്ന രീതിയിലേക്ക് ഈ ചാക്കുകളിൽ പ്ലാസ്റ്റിക്കുകൾ നിറച്ച് അത് സൂക്ഷിച്ചിരുന്നു. പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്, അതൊക്കെ ഓക്കെ. പക്ഷേ എങ്കിൽ കൂടി ഈ രീതിയിൽ അവരിതുമായി ബന്ധപ്പെട്ട് ഇത് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതൊരു നിയമലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ നമ്മൾ എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ആ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വിവിധ തരത്തിലുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു CNG ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് ഈ ഫയറിന് സാധ്യതയുള്ള, തീപിടുത്തത്തിന് സാധ്യതയുള്ള നിരവധി കമ്പനികളുണ്ട്. പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു കമ്പനി എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം. കാരണം ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ല. മാത്രവുമല്ല ഈ സാധാരണ ഫയർഫോഴ്സിൻ്റെ ഒരു കമ്പനി പ്രവർത്തിക്കാനുള്ള നിയമപ്രകാരമുള്ള മറ്റൊരു കാര്യവും ഒരുക്കിയിട്ടില്ല. ഈ പ്ലാസ്റ്റിക്കുകൾ തോന്നിയ പാടെ അവർക്ക് തോന്നുന്ന തരത്തിലേക്ക് അത് കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു. ഒരു ഓട്ടോമാറ്റിക് ഫയർ സിസ്റ്റം ഇല്ല. മാത്രവുമല്ല ഈ കമ്പനിക്ക് രണ്ട് വഴി വേണം എന്നുള്ള നിയമം പാലിച്ചിട്ടില്ല. അങ്ങനെ യാതൊരു നിയമവും പാലിക്കാതെയായിരുന്നു ഈ കമ്പനി പ്രവർത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിന് പിൻവശത്തും അഭിലാഷ, ആ ദൃശ്യങ്ങൾ ഈ പിൻവശത്തും കാര്യമായിട്ട് ഈ പ്ലാസ്റ്റിക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പുറകിലേക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് പൂർണ്ണമായും ആ കമ്പനി കത്തി നശിച്ചു. ഇതിന് പുറകിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയായിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോയേനെ. വലിയ ചാക്കുകെട്ടുകൾ കൊണ്ടാണ് ഈ കമ്പനിയുടെ മുൻവശം തന്നെ ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാര്യം. അതുതന്നെയായിരുന്നു ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഈ വാഹനമകത്തേക്ക് കയറ്റാനുള്ള ആദ്യ തടസ്സം. കാരണം വലിയ തീ ഉയരുന്നു, ഈ പ്ലാസ്റ്റിക്കിലേക്ക് തീ കത്തിപ്പടരുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഒരു ആശങ്കയാണ്. കാരണം ആ രീതിയിൽ ഈ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ, ആ പ്ലാസ്റ്റിക് കുപ്പികൾ, മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുന്നൊരു സംവിധാനമായിരുന്നു. പക്ഷേ ഇത് ഏത് രീതിയിൽ ഇതിന് ലൈസൻസ് നൽകി, എങ്ങനെ ഇത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും, ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഇത് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം. ഏതായാലും കാര്യമായ അപകടം ഉണ്ടായിട്ടില്ല. പക്ഷേ കമ്പനി കത്തി നശിച്ചു. തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് വലിയ തീപിടുത്തമുണ്ടായ, പ്ലാസ്റ്റിക് യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ആ കമ്പനിയുടെ ചുറ്റും ആ കെട്ടിടം തന്നെ മൂടുന്ന തരത്തിൽ, അതിനെ തന്നെ മറക്കുന്ന വിധത്തിൽ വലിയ ഉയരത്തിൽ പ്ലാസ്റ്റിക് കൂനയുണ്ടായിരുന്നു. എങ്ങനെ ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത തരത്തിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് സൂക്ഷിച്ചു എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും തിരുവനന്തപുരത്തെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ ശ്രമകരമായ ദൗത്യമാണ് 3:30 മണിക്ക് ആരംഭിച്ച ദൗത്യം. ഇപ്പോൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കുന്നു തീ കൊച്ചുവേളിയിൽ. ഷെഫീദ് റാവത്താണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. 18ാം ലോക്സഭയിലേക്കുള്ള NDA മുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി എന്നറിയാം. NDA സ്പീക്കർ സ്ഥാനാർത്ഥി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സ്പീക്കർ പദവിക്ക് തുടക്കം മുതൽ അവകാശവാദം ഉന്നയിച്ച TDPയുമായാണ് BJP നേതൃത്വം അവസാനഘട്ട ചർച്ചകൾ നടത്തുന്നതെന്നാണ് സൂചന. അതേസമയം കീഴ്വഴക്കമനുസരിച്ച് സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി പ്രതിപക്ഷവുമായി സമവായ ചർച്ചകൾ നടത്താൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ അറിയിച്ചു. സമവായമുണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്നും ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പിന്തുണ ഉറപ്പാക്കാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്ത് BJP DMKയെ സമീപിച്ചതായി സൂചനയുണ്ട്. ലോക്സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇന്നും തുടരും. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച തിരുവനന്തപുരം സ്വദേശി R. വിഷ്ണുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. പുലർച്ചെ 1:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം ആദ്യം പാങ്ങോട് സൈനിക ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. മേയർ ആര്യ രാജേന്ദ്രൻ, സൈന്യത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. വിഷ്ണു പുതുതായി പണികഴിപ്പിച്ച നന്ദിയോട് പൊട്ടൻചിറയിലെ പനോരമ എന്ന വീട്ടിലും കുടുംബ വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. നന്ദിയോട് ഗ്രാമപഞ്ചായത്തിന് മുന്നിലും വിഷ്ണു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ SKV ഹയർ സെക്കൻഡറി സ്കൂളിലെയും പൊതുദർശനത്തിന് ശേഷം കരിമൺകോട് ശാന്തി കുടീരത്തിൽ മൃതദേഹം സംസ്കരിക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ മാവോയിസ്റ്റുകൾ നടത്തിയ കുഴിബോംബ് സ്ഫോടനത്തിലാണ് വിഷ്ണു വീരമൃത്യു വരിച്ചത്. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും. ഉച്ചയ്ക്ക് 2-ന് സെക്രട്ടേറിയറ്റ് അനക്സിലാണ് ചർച്ച. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാലും മലപ്പുറം ജില്ലയിൽ 7478 സീറ്റിന്റെ കുറവുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം സമ്മതിച്ചിട്ടുണ്ട്. അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് SFIയുടെയും MSFന്റെയും ആവശ്യം. എന്നാൽ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. അതേസമയം സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ ലംഘനമാകുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്.
ഈ സാഹചര്യത്തിൽ ബദൽ മാർഗം കണ്ടെത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അതിനിടെ വിഷയത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ സമരം ഇന്നും തുടരും. KSU വിദ്യാഭ്യാസ ബന്ധും യൂത്ത് ലീഗ് നിയമസഭാ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ബഹുജന മാർച്ച്. രാവിലെ 10:30 മലപ്പുറം കളക്ടറേറ്റിലേക്കാണ് മാർച്ച്. കുന്നുമ്മൽ പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിക്കും. സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരം കാണണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നേക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിവിധയിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ റിപ്പോർട്ടുകൾ കണക്കിലെടുത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സമിതിയുടെ നീക്കം. ബീഹാറിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അറസ്റ്റ് ചെയ്ത 18 പ്രതികളെ ഉടൻ ഡൽഹിയിലെത്തിച്ച് ചോദ്യം ചെയ്യും. അറസ്റ്റിലായ പ്രതികളുടെ വാട്സപ്പ് ചാറ്റുകളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം. ചോദ്യപേപ്പറുകളുടെ ട്രാൻസ്പോർട്ടിൽ വീഴ്ച വരുത്തിയ ചില കൊറിയർ കമ്പനികളും അന്വേഷണ പരിധിയിലുണ്ട്. റിക്ഷ വഴി ചോദ്യപേപ്പറുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ബീഹാർ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യ സൂത്രധാരൻ സഞ്ജീവ് മുഖിയയ്ക്ക് വേണ്ടിയും പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിനെതിരായ EDയുടെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഉച്ചയ്ക്ക് 2:30 ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് ജസ്റ്റിസ് സുധീർ കുമാർ ജെയിന്റെ അവധിക്കാല ബെഞ്ച് അറിയിച്ചത്. കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. EDയുടെ ഹർജിക്കെതിരെ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഹൈക്കോടതി ഉത്തരവ് പറയാനിരിക്കെ ബുധനാഴ്ച പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ കേരള തീരത്ത് കാലവർഷക്കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പരമാവധി 60 മുതൽ 65 കിലോമീറ്റർ വരെ ശക്തിയാർജിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലടക്കം പലയിടങ്ങളിലും അപ്രതീക്ഷിത മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട വമ്പന്മാർ ഇന്ന് കളത്തിൽ. ഫ്രാൻസും ഇംഗ്ലണ്ടും നെതർലാൻഡ്സുമെല്ലാം നിർണായക പോരാട്ടത്തിനിറങ്ങുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ 2 മത്സരങ്ങളിൽ 1 വീതം ജയവും സമനിലയുമുള്ള ഫ്രാൻസിനും നെതർലാൻഡ്സിനുമുള്ളത് 4 പോയിന്റ്. ഇരുകൂട്ടർക്കും പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ സമനില മതി. രാത്രി 9:30 നടക്കുന്ന കളിയിൽ ഫ്രാൻസിന്റെ എതിരാളികൾ പോളണ്ട്, നെതർലാൻഡ്സ് ഓസ്ട്രിയയും നേരിടും. മൂക്കിനേറ്റ പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ കളിയിൽ പുറത്തിരുന്ന നായകൻ കിലിയൻ എംബാപ്പെ മടങ്ങിയെത്തുന്നത് ഫ്രാൻസിന്റെ ആത്മവിശ്വാസം കൂട്ടും. 2 കളിയിലും തോറ്റുപുറത്തായ പോളണ്ടിന്റെ ലക്ഷ്യം ആശ്വാസജയം. നെതർലൻഡ്സിനെ അട്ടിമറിച്ച പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറാമെന്ന പ്രതീക്ഷയിലാണ് 3 പോയിന്റുള്ള ഓസ്ട്രിയ. ഗ്രൂപ്പ് സിയിൽ 4 പോയിന്റുള്ള ഇംഗ്ലണ്ടിനും സമനില മതി അവസാന 16-ൽ ഇടമുറപ്പിക്കാൻ. എന്നാൽ ആദ്യ 2 കളിയിലും നിരാശപ്പെടുത്തിയ സൗത്ത് ഗേറ്റിന്റെ ടീമിന് പ്രീ ക്വാർട്ടറിലേക്ക് ആത്മവിശ്വാസത്തോടെ കടക്കാൻ മികച്ച ജയം തന്നെ വേണം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അട്ടിമറി പ്രതീക്ഷയോടെ എത്തുന്ന സ്ലൊവേനിയയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. മറ്റൊരു മത്സരത്തിൽ ഡെൻമാർക്ക് സെർബിയയെ നേരിടും. പ്രീ ക്വാർട്ടറിലെത്താൻ ഈ ടീമുകൾക്കും ജയം അനിവാര്യം. സ്പോർട്സ് ഡെസ്ക് 24. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രതികൾക്ക് ഇളവ് നൽകാൻ സർക്കാർ വഴിവിട്ടിടപെടുന്നു എന്നാകും പ്രതിപക്ഷം ആരോപിക്കുക. അതേസമയം ശിക്ഷാ ഇളവ് നൽകാനുള്ള നടപടി ഉദ്യോഗസ്ഥ വീഴ്ചയായി ചൂണ്ടിക്കാട്ടി ആരോപണങ്ങളെ പ്രതിരോധിക്കാനാകും ഭരണപക്ഷം ശ്രമിക്കുക. വിഷയത്തിൽ സർക്കാർ നിലപാടിന് അനുസരിച്ച് ഗവർണറെ കാണാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്ക് പിന്നാലെ സംസ്ഥാനത്തെ മോട്ടോർ വാഹന മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലായി നിയമസഭയിൽ വരും. ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കായംകുളം എരുവയിൽ റോഡിലേക്ക് മരം വീണ് ബൈക്ക് യാത്രക്കാരനായ പത്തിയൂർ സ്വദേശി റിയാസിന് പരിക്കേറ്റിരുന്നു. എടത്വയിൽ തൊഴുത്തിന് മേൽ മരം കടപുഴകി വീണ് പശുവിനും ഗുരുതരമായി പരിക്കേറ്റു. പുറക്കാട്, കരുമാടി, മാന്നാറടക്കം 7 ഇടങ്ങളിലാണ് മരം വീണ് വീടുകൾ ഭാഗികമായി തകർന്നത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ജലജന്യ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചിങ്ങോലി ചൂരവിള ഗവൺമെന്റ് LP സ്കൂളിന് കളക്ടർ 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു.
മൂന്നാറിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അനധികൃത നിർമ്മാണം തടയുന്നതിന് വേണ്ടി ഹിൽ ഏരിയ അതോറിറ്റി രൂപീകരിക്കണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിന്റെ കാരണമടക്കം സർക്കാർ വിശദീകരിക്കേണ്ടി വരും. ഇടുക്കിയിൽ പട്ടയ വിതരണത്തിനായും മറ്റും സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. വ്യാജ പട്ടയ കേസുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. മൂന്നാർ മേഖലയിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കയ്യേറ്റത്തിൽ കൂട്ടുനിന്ന 19 ഉദ്യോഗസ്ഥർ കുറ്റക്കാരെന്ന് ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് മുൻ മേധാവി രാജൻ മധേക്കർ നൽകിയ റിപ്പോർട്ടിൽ CBI അന്വേഷണം വേണമെന്ന കാര്യത്തിലും സർക്കാരിന്റെ നിലപാട് ഇന്ന് കോടതി കേൾക്കും. അന്വേഷണം CBIക്ക് കൈമാറാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അതാണ് സർക്കാർ കോടതിയെ അറിയിക്കേണ്ടത്. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 58ആയി. 152 പേരാണ് നിലവിൽ 4 ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. ഇതിൽ 20ഓളം പേർ ICUവിലാണ്. കേസിൽ 2 പേരെ കൂടി ഇന്നലെ CBCID അറസ്റ്റ് ചെയ്തു. മെഥനോൾ വിൽപ്പന ശൃംഖലയിലെ കണ്ണികളായ അയ്യാസ്വാമി, ദേവര എന്നിവരാണ് പിടിയിലായത്. കേസിൽ ഇതുവരെ 15 പേർ അറസ്റ്റിലായി. ചെന്നൈയിലെ കെമിക്കൽ ഫാക്ടറിയിൽ നിന്നാണ് മെഥനോൾ എത്തിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. മാധവാരത്തെ കെമിക്കൽ ഫാക്ടറി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ ഗവർണർ RN രവിയെ കണ്ടു. അണ്ണാ DMK പ്രതിനിധികൾ ഇന്ന് ഗവർണറെ കാണും. മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നതോടെ വീട് അപകട ഭീഷണിയിൽ. പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ പാലക്കൽ മൊയ്തീൻകുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള ഉപയോഗയോഗ്യമായ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. സംഭവം നടക്കുമ്പോൾ മൊയ്തീൻകുട്ടിയും ഭാര്യ റംലയും വീടിനകത്തായിരുന്നു. ശബ്ദം കേട്ടെത്തിയപ്പോഴാണ് സംരക്ഷണ ഭിത്തിയും മണ്ണും ഉൾപ്പെടെ കിണറ്റിലേക്ക് പതിച്ചതായി കാണുന്നത്. അടുക്കള ഭാഗത്തോട് ചേർന്നാണ് കിണർ. ഏതാണ്ട് 10 അടിയോളം മണ്ണിടിഞ്ഞിട്ടുണ്ട്. വീട് അപകട ഭീഷണി നേരിടുന്നതിനൊപ്പം കുടിവെള്ളവും കിട്ടാതായ അവസ്ഥയാണിപ്പോൾ. ശക്തമായ ഒരു മഴ കൂടി പെയ്താൽ കിണർ കൂടുതൽ ഇടിഞ്ഞു താഴ്ന്ന് വീട് കിണറ്റിലേക്ക് പതിക്കുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബം. എപ്പോഴാ പൊട്ടിച്ചാടുന്ന് പറയുമ്പോഴല്ലോ മഴ വരുമ്പോൾ പിന്നെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെ. കാരണം ഏത് കിച്ചൻ്റെ ഭാഗത്തേക്കൊന്നും ആൾ വരണില്ല. വീഴ പോയെങ്കിലും വിചാരിച്ചു. പാടോണ്ട് ഞങ്ങൾ ഇവിടെ ഒരാഴ്ച ഉണ്ടായില്ല. മഴക്കാറുണ്ടാ ഞങ്ങൾ അപ്പോൾ പോവാണ് ഇവിടെ നിന്ന്. മഴ വരുമ്പോഴാണ് ഞങ്ങൾക്ക് പേടി. അത് വീടിങ്ങനായ കാരണം. വികലാംഗയായ ഭാര്യയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള മൊയ്തീൻകുട്ടിയും സാമ്പത്തികമായി ഏറെ ദുരിതത്തിലാണ്. ഇതിനിടയിലാണ് ഈ കിണർ ഇടിയിലും വീട് അപകടത്തിൽ തകരുമെന്ന ആശങ്കയും. സംഭവത്തിൽ കപ്പൂർ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. 24 പാലക്കാട്. കരുവന്നൂർ മോഡൽ തട്ടിപ്പിൽ വിശദീകരണവുമായി മാള സർവീസ് സഹകരണ ബാങ്കിനെതിരായി വന്ന ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് നിരുത്തരവാദിത്തപരമാണ്. മുൻ ഭരണസമിതിയുടെ കാലത്താണ് നഷ്ടമുണ്ടായത്. റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതായി ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ മാള സർവീസ് സഹകരണ ബാങ്കിൽ ലേല നടപടികളിൽ വന്നിട്ടുള്ള നഷ്ടത്തിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് ഡയറക്ടർമാർക്ക് മറ്റുള്ള ഒരു സർചാർജ് ആയിട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളുടെ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള ലെറ്ററാണ് വന്നത്. ആ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കത് തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണുള്ളത്. അത് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് അവിടുന്ന് സ്റ്റേ മേടിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഭരണസമിതിയിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്ന് 4 കോടി രൂപ ഈ ഭരണസമിതി നഷ്ടം വരുന്നു. അത് 4 കോടിയൊന്നുമില്ല, ആകെ 30,29,184 ഈ അടുത്ത ദിവസം 28-ാം തീയതി ഏകദേശം 6 കോടി രൂപ വരുന്ന സ്ഥലങ്ങളുടെ മുൻ പ്രസിഡന്റിന്റെ മകന്റെ ഉൾപ്പെടെയുള്ള ലേലങ്ങളുടെ നടപടിയാണ് നടക്കുന്നത്. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.